24 ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണ പുഷ്പാഞ്ജലി നമ്മൾ ക്ഷേത്രത്തിൽ കഴിപ്പിക്കാറുണ്ട്. പ്രധാനമായിട്ടും രണ്ട് ലക്ഷ്യങ്ങൾ മുൻനിർത്തിയിട്ടാണ്. അതിലൊന്ന് ജീവിതം രക്ഷപ്പെട്ടു കിട്ടുവാനും മറ്റൊന്ന് കുടുംബം രക്ഷപ്പെട്ടു കിട്ടുവാനുമാണ്. ഇത് പറയാൻ കാരണം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഓരോ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, ഈ കടലിലെ തിരമാലകൾ ഒഴിഞ്ഞിട്ട് സമയമുണ്ടാകില്ല എന്ന് പറയുന്നത് പോലെയൊക്കെ തന്നെ ജീവിതത്തിലെ പ്രശ്നങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതായത് ഒന്നിനു പിറകെ ഒന്നായിട്ടൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും കുമിഞ്ഞു കൂടുമ്പോൾ ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിനോ എന്താണ് സംഭവിക്കുന്നത്? കുടുംബത്തിൽ ഐശ്വര്യക്കുറവ്, രോഗ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ ഇത്യാദി ദുർലക്ഷണങ്ങൾ പതുക്കെ തലപൊക്കി തുടങ്ങും. അതായത് വെളിച്ചം നഷ്ടപ്പെടുമ്പോൾ ഇരുട്ട് കളം പിടിക്കുന്നത് പോലെ തന്നെ എന്ന് തന്നെ പറയാം. വീട്ടിൽ ഒരു സ്ത്രീ ഭഗവതി പുറത്തേക്ക് വീട്ടിൽ നിന്ന് പോകുന്നത് കൊണ്ട് തന്നെ ആ ജ്യേഷ്ഠ ഭഗവതി കുടുംബം വാഴുന്ന ഒരു സ്വാഭാവികമാണ്. ഇവിടെ ഉദ്ദേശിച്ചത് പോസിറ്റീവ് എനർജിയും ജ്യേഷ്ഠ ഭഗവതി എന്ന് ഉദ്ദേശിച്ചത് നെഗറ്റീവ് എനർജിയുമാണ്. അപ്പോൾ ഈ പറഞ്ഞ ഇത്യാദി സങ്കടങ്ങളെല്ലാം തന്നെ ഇതിനൊരു ശാശ്വത പരിഹാരം തേടുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇതിൽ നമ്മുടെ ഈ പൂർവിക ആചാര്യന്മാർ നമുക്ക് കൈമാറിയ അത്യധികം ശക്തിയുള്ള ഒരു വഴിപാടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. അതായത് ഒരു പുഷ്പാഞ്ജലിയാണ്. ഇന്ന് ഈ വിഷയത്തിൽ രണ്ടു തരം പുഷ്പാഞ്ജലികളെ കുറിച്ച് പറയുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു പുഷ്പാഞ്ജലി അത് അനുയോജ്യമായ ഒരു ക്ഷേത്രത്തിൽ ആ കർക്കിടക മാസത്തിൽ സമർപ്പിക്കാം. വാസ്തവത്തിൽ ഇത് കർക്കിടക മാസത്തിൽ മാത്രമല്ല, ഇതിൽ പറയുന്ന മൂർത്തികളുമായി ബന്ധപ്പെട്ട ഏത് പ്രധാന മാസങ്ങളിലും കഴിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അത് അത്യധികം ഗുണത്തെ ചെയ്യും. ഇവിടെ ഈ പുഷ്പാഞ്ജലി എന്ന് കേൾക്കുമ്പോൾ കേവലം അതൊരു ചെറിയ വഴിപാടാണ് എന്ന് പെട്ടെന്ന് തോന്നിയേക്കാം. എന്നാൽ കർക്കിടക മാസത്തിൽ ഈ പുഷ്പാഞ്ജലി ഒരു പ്രത്യേക രീതിയിൽ നടത്തിയാൽ അത് കുടുംബത്തിന് ഇരട്ടി ഫലം നൽകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതായത് നിങ്ങളുടെ സകല ദുരിതങ്ങളും മാറി കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷം സൗഭാഗ്യം എല്ലാം വന്നു തുടങ്ങും. എങ്ങനെയാണ് നമുക്ക് ഇത് ചെയ്യുക എന്ന് നോക്കാം. ആദ്യമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങൾ നടത്തുവാൻ ഉദ്ദേശിക്കുന്ന പുഷ്പാഞ്ജലിയുടെ ആ ഒരു പ്രാധാന്യം എന്താണ് എന്നുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ ഇത് ചെയ്യുവാൻ പോകുന്ന ആ പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുമ്പോഴാണ് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്. അല്ലാതെ മറ്റൊരാൾ പറയുന്നത് കേട്ട് അത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ എന്താണ് പുഷ്പാഞ്ജലി എന്ന് ചോദിച്ചാൽ, ഇതൊരു സാധാരണക്കാരന്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടമൂർത്തിക്ക് നിങ്ങൾ നൽകുന്ന ഒരു നിവേദനമാണ് യഥാർത്ഥത്തിൽ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത്. എന്നാൽ ഒരു ദേവതയ്ക്കും ഓരോ തരത്തിലുമുള്ള പുഷ്പങ്ങളാണ് പ്രിയപ്പെട്ടത്. അതനുസരിച്ച് ഈ പൂജ ചെയ്യുന്നത് പൂജാ രീതികളിലും അതിനെടുക്കുന്ന മന്ത്രങ്ങളിലും വ്യത്യാസമുണ്ട്. മാത്രവുമല്ല, ഈ പറഞ്ഞത് അനുസരിച്ച് പുഷ്പാഞ്ജലിക്കും ഫലങ്ങൾ വ്യത്യാസപ്പെടും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ക്ഷേത്രത്തിൽ പുഷ്പാഞ്ജലി നടത്തുമ്പോൾ സംഭവിക്കുന്നത് കേവലം പൂക്കൾ സമർപ്പിക്കൽ മാത്രമല്ല, നമ്മുടെ മനസ്സിലെ എല്ലാ ആസുരിക വാസനകളെയും ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുകയും പകരം ദൈവികമായ അനുഗ്രഹങ്ങൾ നേടുകയും ചെയ്യുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഇത്. ഈ പുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ സംഭവിക്കുന്നത് ഇങ്ങനെയാണ്. അതിന്റെ ഫലമോ ആയുരാരോഗ്യ സൗഖ്യം, ഐശ്വര്യം, സന്താന ലബ്ധി, വിവാഹ തടസ്സങ്ങൾ മാറിപ്പോവുക, അങ്ങനെ തുടങ്ങിയ പല ഉദ്ദിഷ്ട കാര്യങ്ങൾക്കും ഈ ഒരു പുഷ്പാഞ്ജലി നടത്തുന്നതിലൂടെ ആദ്യമായി കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത് പ്രകാരം ഈ കർക്കിടക മാസത്തിൽ പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയാണെങ്കിൽ അതിന് ഇരട്ടി ഫലം വന്നു ചേരും എന്ന് തന്നെ പറയാൻ കാരണം എന്തുകൊണ്ടെന്നാൽ ഈ കർക്കിടകം പൊതുവെ ദോഷങ്ങൾ നിറഞ്ഞ ഒരു സമയമായിട്ടാണ് പലരും കണക്കാക്കുന്നത്. അതിന്റെയൊക്കെ ഒരു ശരിയാണെന്ന് തന്നെ ഈ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് അംഗീകരിക്കേണ്ടി വരുന്നു. കാരണം മഴയും രോഗങ്ങളും അതുപോലെ തന്നെ ദുരിതങ്ങളും എല്ലാം ഈ മാസത്തിൽ കൂടി വരുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ മാസം പ്രാർത്ഥനകൾക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിലേക്ക് തിരിഞ്ഞാൽ ജീവിതത്തിൽ ആശാവഹമായ പുരോഗതി ഉണ്ടായി തുടങ്ങും എന്ന് തന്നെ കാണുവാൻ സാധിക്കും. അപ്പോൾ ഇക്കാര്യത്തിൽ ഒന്നു മാത്രമാണ് ഈ മാസം രാമായണ പാരായണത്തിന് ഇത്രയധികം പ്രാധാന്യം കൽപ്പിക്കുവാൻ കാരണം. പ്രത്യേകിച്ചും ഇത് ദക്ഷിണയാന കാലഘട്ടത്തിന്റെ തുടക്കമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അതായത് ദേവന്മാർക്ക് ഉത്തരായനം പ്രാധാന്യമെങ്കിൽ പിതൃക്കൾക്ക് ദക്ഷിണായനം പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് മനസ്സിന്റെ കാരകനായ ചന്ദ്രൻ മനോബലം സംഭവിക്കുന്നു. അതിനാൽ മനോബലം കുറയുന്നത് കൊണ്ട് കാരണമായ ഭയം,
ശരിയും തെറ്റും തിരിച്ചറിയുവാൻ കഴിയാത്ത അവസ്ഥ, പ്രതീക്ഷയോടുകൂടി ചെയ്യുന്ന കാര്യങ്ങൾ ആണെങ്കിൽ പോലും അതിൽ വിപരീതമായിട്ടുള്ള അനുഭവങ്ങൾ വന്നു ചേരുക, അതുമാത്രമല്ല ആത്മവിശ്വാസം തീരെ ഇല്ലായ്മ, ഭാഗ്യങ്ങളും അല്ലെങ്കിൽ സുവർണ അവസരങ്ങളും അത് വേണ്ട വിധം ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാതെ വരിക. അപ്പോൾ ഇങ്ങനെയുള്ള ദുർഘടങ്ങൾ എല്ലാം തന്നെ വന്നു പെടുന്നതിന്റെ ഭാഗമായിട്ട് മനസ്സിന്റെ സ്ഥിതി ഇല്ലായ്മ, ഇതുമൂലവും തന്നെ ധൈര്യമില്ലായ്മ മൂലം വ്യക്തിയിൽ നിന്നും ഈ ഒരു അവസരങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു. അങ്ങനെ മനസ്സിന്റെ ഈ സമനില നഷ്ടപ്പെടാതെ ധൈര്യം വീണ്ടെടുക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ മാസം രാമായണ പാരായണം നടത്തുകയും അല്ലെങ്കിൽ ക്ഷേത്ര ദർശന സമയത്ത് പുഷ്പാഞ്ജലികൾ നിങ്ങളുടെ ഇഷ്ട ദൈവത്തിന് വഴിപാടായിട്ട് സമർപ്പിക്കുന്നത്. ആചാര്യന്മാർ പറഞ്ഞു വെച്ചിരിക്കുന്നത് മാത്രവുമല്ല, ഈ ഒരു സമയം ഈ പ്രാർത്ഥനകൾക്ക് ഏറ്റവും അധികം ശക്തി കൂടുന്ന ഒരു കാലഘട്ടമായിട്ടാണ് അനുഭവത്തിൽ വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ പുഷ്പാഞ്ജലി വഴിപാടുകൾ സമർപ്പിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു പ്രാർത്ഥനയ്ക്ക് ഇരട്ടി ഫലം തന്നെയാണ് ലഭിക്കുന്നത്. അതിനടുത്തതായി കുടുംബ രക്ഷയ്ക്കുള്ള ഏറ്റവും ശക്തിയുള്ള പുഷ്പാഞ്ജലി ഏതാണ് എന്ന് നോക്കാം. ആദ്യം ശിവക്ഷേത്രത്തിൽ കഴിപ്പിക്കേണ്ട പുഷ്പാഞ്ജലി ഒന്ന് പറയാം. കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും സകല ദോഷങ്ങളും മാറുവാൻ സഹായിക്കുന്ന കർക്കിടക മാസത്തിൽ ചെയ്യാവുന്ന ഏറ്റവും ശക്തിയുള്ള ശിവ പുഷ്പാഞ്ജലിയിൽപ്പെട്ട അതിൽ ആദ്യത്തേത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും രണ്ടാമത്തേത് ബില്ലുപത്ര പുഷ്പാഞ്ജലിയുമാണ്. ഈ പുഷ്പാഞ്ജലിയിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി ശിവക്ഷേത്രത്തിൽ ചെയ്താൽ ഇത് ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന സത്ഫലങ്ങൾ തീർച്ചയായിട്ടും നൽകുന്നതാണ്. അതായത് രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നവർക്കും കുടുംബത്തിൽ നിന്നും വഴക്കുകളും പ്രശ്നങ്ങളും ഉള്ളവർക്കും ഈ വഴിപാട് വളരെ വലിയ ആശ്വാസം നൽകും. അതോടൊപ്പം തന്നെ ആയുരാരോഗ്യ സൗഖ്യം, ഉദ്ദിഷ്ടകാര്യസിദ്ധിയിൽ സമ്പന്നവും സമൃദ്ധി, ഇഷ്ടകാര്യലബ്ധി എന്നിവയെല്ലാം ഈ പുഷ്പാഞ്ജലിയിലൂടെ ഇതിന്റെ ഫലമായിട്ട് വന്നു കിട്ടുവാനും മനസ്സിൽ ഭഗവാനെ പൂർണ്ണ സംതൃപ്തിയോടുകൂടി പ്രാർത്ഥിച്ച് ഇത് നടത്തണം എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള പുഷ്പാഞ്ജലികൾ മാസത്തിൽ ഒരു തവണ നടത്തിയാൽ മതിയാകും. എന്നാൽ നിങ്ങൾ തീരുമാനിക്കുകയാണ് എനിക്ക് ഈ മാസത്തിൽ 2 തവണ ഈ പുഷ്പാഞ്ജലി നടത്തണം, അതായത് 15 ദിവസം ഇടവിട്ട് ഒരു മാസത്തിൽ 2 തവണ ഇത് നടത്തണം നിങ്ങൾ തീരുമാനിക്കുന്നത് എന്ന് ഉണ്ടെങ്കിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് മറ്റൊരു കാര്യവുമില്ല. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് വിഷ്ണു ഭക്തർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പുഷ്പാഞ്ജലി, അതിന്റെ മഹിമ, അതിനെക്കുറിച്ച് ഒന്ന് പറയാം. വിഷ്ണു ഭഗവാന്റെ ദിവസം ആഴ്ചയിൽ വ്യാഴാഴ്ച ദിവസമായിട്ടാണ് താന്ത്രിക ശാസ്ത്രങ്ങളിൽ കണക്കാക്കിയിരിക്കുന്നത്. കാരണം ബൃഹസ്പതി, വ്യാഴം ഇവ മഹാവിഷ്ണുവിനെ പ്രതിനിധീകരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിഷ്ണു ക്ഷേത്രത്തിൽ വ്യാഴാഴ്ചകളിൽ ഭാഗ്യസൂക്താർച്ചനയും നെയ്വിളക്കും നടത്തുന്നത് നിങ്ങൾക്ക് ഇഷ്ടകാര്യസിദ്ധിക്ക് വളരെ നല്ലതാണ്. ഇത് വിവാഹ തടസ്സങ്ങൾ മാറുവാനും സന്താന ലബ്ധിക്കും ഏറെ സഹായകമാണ്. ഇനി അടുത്തത് ഈ ഒരു വഴിപാടുകളാണ്. നിങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്തൊക്കെയാണ് എന്ന് പറയാം. ഈ 2 വ്യത്യസ്ത വഴിപാടുകളും നിങ്ങൾ വീടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തിലോ നടത്താവുന്നതാണ്. അങ്ങനെ നടത്തുമ്പോൾ നിങ്ങൾ ഈ വഴിപാടിന് വേണ്ടിയിട്ട് ചീട്ടെടുത്തിട്ട് അത് ഭഗവാന്റെ തിരുനടയിൽ കൊണ്ടുചെന്ന് വച്ചിട്ട് ഉടനെ വീട്ടിലേക്ക് ഓടിപ്പോകരുത്. പകരം ക്ഷേത്രത്തിൽ ശാന്തിക്കാരൻ ശ്രീകോവിലിനുള്ളിൽ നിങ്ങൾക്ക് വേണ്ടി അർച്ചന ചെയ്യുമ്പോൾ ശ്രീകോവിലിന് പുറത്ത് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ ഉറപ്പിച്ച് ഭഗവാനോട് അതേ സമയം തന്നെ പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് നിങ്ങൾ ചെയ്യുന്ന ആ ഒരു പുഷ്പാഞ്ജലി നിങ്ങളിലേക്ക് തന്നെ അതിന്റെ ഫലത്തിന്റെ രൂപത്തിൽ വന്നു ചേരുന്നത്. അല്ലാതെ ക്ഷേത്രത്തിൽ ചെന്ന പാടെ തൊഴുത് പ്രാർത്ഥിച്ച് ഉടനെ തിരിച്ചു പോന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഇതിൽ ഇനി അവസാനമായിട്ട് പറയാനുള്ളത്, ഈ കർക്കിടക മാസത്തിൽ ഈ പുഷ്പാഞ്ജലി വഴിപാട് ചെയ്തിട്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ ദുരിതങ്ങളും മാറി ഐശ്വര്യം, സന്തോഷം നേടുവാനായിട്ട് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അപ്പോൾ എൻ്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഐശ്വര്യം വരാനായിട്ട് ഓം നമഃശിവായ എന്ന് കമന്റായിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃശിവായ.